ഗൈസ് അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോ നേരെ എടപ്പള്ളിയിൽ വന്നു. ഇവിടെ ഒരു കടയുണ്ട് ഗൈസ്, എന്ന് പറഞ്ഞാൽ ഒരു കഫേ ഷോപ്പ് വിത്ത് പ്ലാന്റ് ആണ്, എന്ന് പറയാ ചെടി. പക്ഷെ അപ്പം ഇത് ഇവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. നോക്കുക വെള്ളച്ചാട്ടം ആണോ? അവള് സ്പോട്ടൊക്കെ സെലക്ട് ചെയ്ത് നോക്കടാ. എങ്ങനെയുണ്ട് കാട്? കൊള്ളാവോ? കുറച്ചുകൂടെ വെക്കണമായിരുന്ന ഗൈസ്. ഇത് ഫുൾ ചെടിയാണ് ഇവിടെ. അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം പറ ഗൈസ്. ഇത് നിന്റെ മനസ്സറിയാന്നുള്ള ആരോ ഡിസൈൻ ചെയ്ത പോലത്തെ സ്ഥലം അല്ലേ? ഈ ചെടി പ്രാന്തുള്ളവരൊക്കെ വരണേ ഗൈസ്, ഇവിടെ വരണേ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ ചെടി വാങ്ങാനും പിന്നെ കഫേയും ഒക്കെ ഉണ്ട്. ആഗ്രഹങ്ങൾക്ക് ഭ്രാന്താവും ഇത് കാണുകയാണെങ്കിൽ. നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പണ്ട് ശരണ്യാണ് ഇതെനിക്ക് കാണിച്ചു തന്നത്. അതായത് നമ്മൾ ഇറങ്ങേണ്ട പൈസ കൊടുത്തിട്ട് ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു വലിയ മഴ ഞങ്ങൾക്ക് കാണണമെന്ന്. അവിടെ കാണണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഇട്ടുതരാന്ന് പറഞ്ഞ് പോയി. ഇപ്പം മഴ വരും. എന്റെ അടുത്ത് വന്നോടാ, ഞാൻ സേഫാണ്. അയ്യോ ഇങ്ങ് വാ. ഓ എന്റെ മോനെ, വാ എടാ, അത് പൊളി സാധനം കേട്ടാ. മഴ ആയി ഇവിടെ. ആടാ പാവി. അയ്യോ വെള്ളം അലർജി എന്നാ. നല്ല രസമുണ്ട്. ഓ ആ ലൈറ്റിലൊക്കെ. ഓ നോക്കിയടാ, ഇതിൽ നോക്കിയ. ഓ അമ്പടാ, കിടിലം വ്യൂ ആയി, കിടിലം വ്യൂ. അയ്യോ അത് പൊളിച്ച്. ഈ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെടിയും കൂടെ വാങ്ങുന്നതായിരിക്കും. പൊളിച്ച് ഈ ചെടി എടുത്ത്. ഇതിന്റെ പേരെന്തായിരുന്നല്ലോ? സ്നേക്ക് പ്ലാന്റ് അല്ലേ? നീളൻ ഇലയുള്ള സ്നേക്ക് പ്ലാന്റ്.